morning, dear students. നിങ്ങളുടെ ഓണം വെക്കേഷൻ ഒക്കെ നന്നായി എന്ന് വിചാരിക്കുന്നു. അഗെയിൻ നിങ്ങൾക്കാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത് 5th സെമസ്റ്ററിന്. 3rd സെമസ്റ്ററുകാർക്കും പി ജിക്കാർക്കും എക്സാം ആയതുകൊണ്ട് 6th അവരുടെ എക്സാം തുടങ്ങും. അതുകൊണ്ട് അവർക്ക് പ്രൊവിഷണൽ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് 5th സെമസ്റ്റർ ബികോം അല്ലെങ്കിൽ UG. ഓക്കെ, സോ എല്ലാവരും ഓണം വെക്കേഷനൊക്കെ നന്നായി ആഘോഷിച്ചു വന്നിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്കൊരു കുറച്ച് പോർഷൻസ് എങ്കിലും എടുക്കണം. അതുകൊണ്ട് ഞാൻ 1-2 റേഷ്യോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ, അല്ലെങ്കിൽ ഒരു പേരും കൂടെ പറയുന്നത് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. ഓക്കെ, പേരിൽ നിന്ന് തന്നെ 2 കമ്പോണന്റും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് എന്ന് പറയുമ്പോൾ ഫോർമുല എന്താണ്? ഫിക്സഡ് അസറ്റ്സ് ബൈ net worth അല്ലെങ്കിൽ proprietors fund. That will be the formula. So we require 2 components for calculating this formula, that is fixed asset to proprietors fund. Okay, എന്താണ് ഈ റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? This ratio indicates the extent to which shareholders fund are invested in the fixed assets. എത്രത്തോളം ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ന്യൂമറേറ്റർ നിങ്ങൾക്ക് അറിയാം ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ച് എത്രത്തോളം ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനറലി ദ ഫിക്സഡ് അസറ്റ്സ് ഷുഡ് ബി പർച്ചേസ്ഡ് ഔട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നോർമൽ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നാണ് ഫിക്സഡ് അസറ്റ്സ് വാങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനാണ്, അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് ഇസ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ. എങ്ങനെയാണ് ഇപ്പൊ റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, റേഷ്യോ കണ്ടിട്ട് അത് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണ്? ഇഫ് ദ റേഷ്യോ ഇസ് ലെസ് ദാൻ 1, അതായത് 100%-നേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 1-നേക്കാൾ കുറവാണ് റേഷ്യോ എങ്കിൽ, ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ്, അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഇൻഡിക്കേഷൻ ഇസ് ദാറ്റ് all fixed assets are purchased out of proprietors fund. ഓക്കെ, റേഷ്യോ 1 അതിൽ കുറവാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡിക്കേഷൻ? ദ റേഷ്യോ ഇസ് ലെസ് ദാൻ 1 or 100%, it makes എന്താണ് ഫിക്സഡ് അസറ്റ്സ്, all fixed assets are purchased out of proprietors fund and a part of proprietors fund is invested in working capital also. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, ഈ ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾക്ക് 0.75:1 എന്നാണ് കിട്ടിയെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? 75% ഓഫ് ദ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത്, മുഴുവൻ ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുള്ളത് 75% പ്രൊപ്രൈറ്റേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. ബാക്കി 25% പ്രൊപ്രൈറ്റർ ഫണ്ട് എന്തിനുപയോഗിച്ചു? വർക്കിംഗ് ക്യാപിറ്റല് വാങ്ങിക്കാനായിട്ടും ഉപയോഗിച്ചു. ഓക്കെ, ഇനി ഇപ്പൊ ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1, അതായത് 1:5 എന്നാണെന്ന് വിചാരിച്ചോ, 1:5:1 ആണ് റേഷ്യോ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂസ്ഡ് ടു അക്വയർ എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇതിലെ 1.5 എന്ന് പറയുമ്പോൾ അതില് 1 ഫുള്ള് എന്താണ്? പ്രൊപ്രൈറ്റർ ഫണ്ടാണ്. പിന്നെ ആ 0.5 ഫിക്സഡ് അസറ്റ്സ് ആരുടെ ഇതിൽ നിന്നാണ്? ഔട്ട്സൈഡേഴ്സ്, ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ബോറോ ചെയ്ത ഫണ്ടിന്റെ വഴിക്കാണ്. ഓക്കെ, അപ്പൊ അവിടെ ഫിക്സഡ് അസറ്റ്സ് മുഴുവൻ വാങ്ങിക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് തന്നെയാണ്. പക്ഷെ ആദ്യത്തെ കേസിൽ അത് ശരിയാണ്. 0.75:1 ആണെങ്കിൽ 75%, അതായത് 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ടെങ്കിൽ അതില് 75,000 രൂപ ഉപയോഗിച്ചിട്ട് നമ്മളുടെ കമ്പനിയിലെ മുഴുവൻ ഫിക്സഡ് അസറ്റ്സ് മേടിച്ചു കഴിഞ്ഞു. ബാക്കി 25,000 രൂപ എന്തിനും കൂടെ ഉപയോഗിച്ചു? വർക്കിംഗ് ക്യാപിറ്റല് ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്. മറിച്ച് റേഷ്യോ 1.5:1 എന്നാണ് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫിക്സഡ് അസറ്റ്സിന്റെ എന്താണ് 1 എന്ന് പറയുന്ന ആ പോർഷൻ ഫുള്ള് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും 0.5 എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റേഷ്യോ ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് ഓർ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, അതാണ് റേഷ്യോ. അതിന്റെ പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല ഇപ്പൊ. പിന്നെ ഇതൊക്കെ ലോങ് എസ്സേ പ്രോബ്ലംസിൽ ഇതിന്റെയൊക്കെ ആവശ്യം വരും. അതാണ് ഈ ഒരു റേഷ്യോ അനാലിസിന്റെ പ്രത്യേകത. അടുത്ത എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്.
ഫിക്സഡ് അസറ്റ് റേഷ്യോയിൽ എന്താ പറയുന്നത്? ഫിക്സഡ് അസറ്റ് റേഷ്യോ മീൻസ് നമ്മുടെ ബേസിക് ഫിനാൻഷ്യൽ പോളിസി അല്ലെങ്കിൽ ഒരു ഗുഡ് ഫിനാൻഷ്യൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിക്സഡ് അസറ്റ്സും നമ്മൾ എന്തിൽ നിന്നാണ് ലോങ് ടേം ഫണ്ട്സ് നിന്ന് ഉപയോഗിച്ച് വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. ഈ ഷോർട്ട് ടേം ഫണ്ട്സ് എന്ത് ചെയ്യരുത്, ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, നേരത്തെ റേഷ്യോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ ഫിക്സഡ് അസറ്റ്സും മേടിക്കുക എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് എല്ലാം വാങ്ങിക്കുക എന്നുള്ളതാണ് എന്ത് ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ. ഇനി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മുഴുവൻ ഫിക്സഡ് അസറ്റ്സ് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബോറോഡ് ഫണ്ട് ഉപയോഗിക്കാം. പക്ഷേ വി ഹാവ് ടു യൂസ് ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ബോറോഡ് ഫണ്ട് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് മേടിക്കാനായിട്ട് പാടുള്ളൂ. ഷോർട്ട് ടേം ഫണ്ട്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കരുത്. ദേ ഷാൽ ബി യൂസ്ഡ്. ഷോർട്ട് ടേം ഫണ്ട്സ് എന്തിനാ യൂസ് ചെയ്യേണ്ടത്? അതായത് കറന്റ് ലയബിലിറ്റി ഫണ്ട്സ്, ഇപ്പൊ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യേണ്ടത്? ഓൺലി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനാണ് ഈ ഷോർട്ട് ടേം ബോറോഡ് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സംടൈംസ് സം കമ്പനീസ് മേ യൂസ് ദിസ് ഷോർട്ട് ടേം ഫണ്ട്സ് ഫോർ പർച്ചേസിംഗ് ഫിക്സഡ് അസറ്റ്സ്. അത് അവരുടെ ഷോർട്ട് ടേം ഫണ്ട് ഫിക്സഡ് അസറ്റ് മേടിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലിക്വിഡിറ്റിനെ ബാധിക്കും. ഓക്കെ, അതായത് ഷോർട്ട് ടേം ഫണ്ട്സ് മുഴുവൻ കറന്റ് റേഷ്യോന്റെ ലിക്വിഡ് റേഷ്യോന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കമ്പനിയുടെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ട് വേണ്ടതാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ ലിക്വിഡിറ്റി കുറയും കമ്പനിയുടെ. ഓക്കെ, അതെങ്ങനെ എന്താന്ന് വെച്ചാൽ ബിക്കോസ് ഫിക്സഡ് അസറ്റ്സ് വിൽ ഹാവ് ടു ബി സോൾഡ് ഫോർ പേയിങ് ഓഫ് ദ ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് ഫിക്സഡ് അസറ്റ്സ് മേടിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫിക്സഡ് അസറ്റ്സ് വിൽക്കേണ്ടി വരും. എളുപ്പമാണോ? ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫിക്സഡ് അസറ്റ്സ് എടുത്ത് വിറ്റിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? നടക്കണ കാര്യമല്ല. ഓക്കെ, then it will adversely affect the business. So fixed assets can be sold in most of the cases at a loss. ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സഡ് അസറ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ മിക്കവാറും, അതായത് പെട്ടെന്ന് തന്നെ പൈസ കൊടുക്കണം, അപ്പൊ കിട്ടിയ വിലക്ക് ഫിക്സഡ് അസറ്റ്സ് വിൽക്കേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടം ഉണ്ടാവും. മോർ ഓവർ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ, വെഹിക്കിൾ, ഇതൊക്കെ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് വിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ whether this fundamental principle is followed or not, fixed asset ratio is calculated and it is the ratio of fixed assets to long term funds. നമ്മള് ചില കമ്പനികൾ ഈ ഒരു പോളിസി ഫോളോ ചെയ്യും. അവർ ലോങ് ടേം ഫണ്ട്സ് ഉപയോഗിച്ച് മാത്രമേ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുള്ളൂ. ചില കമ്പനികൾക്ക് ലോങ് ടേം ഫണ്ട്സ് ഇല്ലാണ്ടാവുമ്പോൾ അവർ ഈ ഷോർട്ട് ടേം ഫണ്ട് ഒക്കെ ഉപയോഗിച്ച് ഫിക്സഡ് അസറ്റ്സ് മേടിക്കുന്നുണ്ടാവും. അത് തെറ്റാണ്. ഓക്കെ, പക്ഷെ ഈ റേഷ്യോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എത്രത്തോളം ലോങ് ടേം ഫണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുള്ളത്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദ ഫോർമുല ഫോർ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ട്ടോ, ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. സോ ദിസ് റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ്. ഇൻടു 100 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെർസെന്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പോണൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് എന്താണ്? സിമ്പിൾ കമ്പോണൻസ് അല്ലെ, ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ട്സും. ഫിക്സഡ് അസറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. എല്ലാ ഫിക്സഡ് അസറ്റ്സിന്റെയും ഡിപ്രീസിയേഷന് ശേഷമുള്ള എമൗണ്ട് എടുത്തിട്ട് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇനി ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഓൾസോ. അത് ശ്രദ്ധിക്കണം. ചില പ്രോബ്ലത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് ആണ് ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓണേഴ്സ് ഫണ്ടാണ്, പ്ലസ് ലോങ് ടേം ബോറോഡ് ഫണ്ട്സ്, അതായത് ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, മോർഗേജസ്, ഇതൊക്കെ ലോങ് ടേം ഫണ്ടുകളാണ്. ഓക്കെ, സോ ദ ലോങ് ടേം ഫണ്ട്സ് മീൻ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ലോങ് ടേമിലേക്ക് വേണ്ടി ഷെയർ ഹോൾഡേഴ്സും ബോറോഡ് ഫണ്ടും നമ്മൾ എത്രത്തോളം എംപ്ലോയ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോങ് ടേം ഫണ്ട് ആയിട്ട് എടുക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി അല്ലെ. അസറ്റ് സൈഡിൽ വരുന്ന ഫിക്സഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെന്റ്സും കറന്റ് അസറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ലെഫ്റ്റ് സൈഡിലെ, അതായത് ലയബിലിറ്റി സൈഡിലെ കറന്റ് ലയബിലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാം ലോങ് ടേം ഫണ്ട് ആണല്ലോ. അപ്പൊ കറന്റ് ലയബിലിറ്റി മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോങ് ടേം ഫണ്ട്സ്. അല്ലെങ്കിൽ നമ്മൾ ഈ ലയബിലിറ്റി സൈഡിലെ എന്തൊക്കെ കൂടി ആഡ് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ, ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ്, പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ് ലൈക്ക് ബോറോഡ് ലോൺസോ അല്ലെങ്കിൽ ലോങ് ടേം ലോൺസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ലോങ് ടേം ലയബിലിറ്റീസ് ഒക്കെ കൂടി ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ലോങ് ടേം ഫണ്ട്സ് കിട്ടും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി സ്റ്റാൻഡേർഡ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എത്രയാണ്? ദിസ് റേഷ്യോ ഷുഡ് നോട്ട് എക്സീഡ് 1:1. ഓക്കെ, അതായത്
നമ്മളുടെ ഫിക്സഡ് അസറ്റ്സ് എല്ലാം മാക്സിമം മേടിച്ചിട്ടുണ്ടാവേണ്ടത് എന്തുപയോഗിച്ച് തന്നെയാണ്? ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതാണ് രണ്ടും ഈക്വൽ ആണ്. ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ലോങ് ടേം ഫണ്ട്. അങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്. ഷുഡ് നോട്ട് എക്സീഡ്. ഇതിപ്പം 1.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം 1.5 ഫിക്സഡ് അസറ്റ്സ് നമുക്ക് ഉണ്ട്. പക്ഷെ 1 മാത്രമാണ് അതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് മേടിച്ചിട്ടുള്ളൂ. 0.5 നമ്മൾ വേറെ ഫണ്ട് ഉപയോഗിച്ചു, ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ. Generally, a ratio of 0.67:1 or 66 and 2/3% is considered as satisfactory or ideal. അതായത് ഒരിക്കലും 1:1 കൂടാൻ പാടില്ല. കുറയാന്ന് വെച്ചാൽ 0.67:1. 0.67:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ₹1 ലോങ് ടേം ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിലെ 67 പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സ് അത്രയേ ഉള്ളൂ. ലോങ് ടേം ഫണ്ട് കുറേയും കൂടി കൂടുതലുണ്ടെന്ന് മാത്രം. ഓക്കെ. സോ 67% അടുത്ത് നമ്മള് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടുള്ളത് 67% അടുത്ത് ഫിക്സഡ് അസറ്റ്സ് അല്ല, ഫിക്സഡ് അസറ്റ്സ് മുഴുവൻ വാങ്ങിയിട്ടുള്ളത് 67% ലോങ് ടേം ഫണ്ട്സിന്റെ 67% ഉപയോഗിച്ചുകൊണ്ടാണ്. ബാക്കി ഇനിയും ലോങ് ടേം ഫണ്ട് ഉണ്ട്. ഓക്കെ. 33% ഇനിയും ഉണ്ട്. ഓക്കെ. അപ്പൊ ആ 33% ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഫിക്സഡ് അസറ്റ്സ് മുഴുവൻ വാങ്ങിയിട്ടുള്ളത് ലോങ് ടേം ഫണ്ട് കൊണ്ട് തന്നെയാണ്. കാരണം 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ട്സിനെയാണ്. ഈ 1 മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. മീൻസ് ഇനിയും ലോങ് ടേം ഫണ്ട്സ് ഉണ്ട്. അപ്പൊ ഫിക്സഡ് അസറ്റ്സ് മുഴുവൻ വാങ്ങിയിട്ടുള്ളതും ലോങ് ടേം ഫണ്ട് കൊണ്ടാണ് എന്ന് ഉറപ്പായി. 1:1 വിളിച്ച് ഈ റേഷ്യോ കൂടാനായിട്ട് പാടില്ല. ഐഡിയൽ റേഷ്യോ ഈസ് 0.67:1. ദാറ്റ് ഈസ് 66 and 2/3% എന്ന് പറയാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്താണ്? നോ ഹൗ ഫിക്സഡ് അസറ്റ്സ് ആർ ഫിനാൻസ്. ഫിക്സഡ് അസറ്റ്സ് ഏത് പൈസ കൊണ്ടാണ് മേടിച്ചത് നമുക്ക് അറിയാൻ പറ്റും. ഈ റേഷ്യോ 1:1 അല്ലെങ്കിൽ 100% ആണെങ്കിൽ എൻ്റെ ഫിക്സഡ് അസറ്റ്സും എൻ്റെ ലോങ് ടേം ഫണ്ട്സ് ഉപയോഗിച്ച് മേടിച്ചു എന്ന് പറയാം. ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1:1, നേരത്തെ ഞാൻ പറഞ്ഞു 1.5 ഒക്കെ ആവുകയാണെങ്കിൽ 1.5:1 എന്നാണ് വരുന്നതെങ്കിൽ ഈ 0.5 നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചു. കാരണം 1 മാത്രമേ എന്തുള്ളൂ? ലോങ് ടേം ഫണ്ട് ഉള്ളൂ. ലോങ് ടേം ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചിട്ടും ഫിക്സഡ് അസറ്റ്സ് വേറെ ഉണ്ട്. അപ്പൊ അത് മേടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചു. ദിസ് മേ ക്രിയേറ്റ് പ്രോബ്ലം ഇൻ ലോങ് റൺ. എന്ത് പ്രോബ്ലംസ് ആണ്? നമുക്ക് ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫിക്സഡ് അസറ്റ്സ് വിൽക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ സൗണ്ട് അക്കൗണ്ടിങ് പോളിസി. പ്രാക്ടീസിന്, സൗണ്ട് അക്കൗണ്ടിങ് പ്രാക്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോളിസിയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ലോങ് ടേം ഫണ്ട്സിനേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്നുള്ളത്. ഇനി ഇന്റർപ്രിട്ടേഷൻ ഓഫ് റേഷ്യോ എന്താണ്? ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇസ് നോട്ട് ഗുഡ്, നോട്ട് സൗണ്ട്. ലോവർ റേഷ്യോ ആണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഇസ് ബെറ്റർ. ഓക്കെ. അതാ പറഞ്ഞത്. ലോങ് ടേം ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫിക്സഡ് അസറ്റ്സ് മുഴുവൻ മേടിക്കണം. എന്നിട്ട് എക്സസ് ലോങ് ടേം ഫണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ ലോങ് ടേം ഫണ്ടിന്റെ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അപ്പൊ റേഷ്യോ കൂടുതലാണ്. റേഷ്യോ കൂടുമ്പോൾ അത് ബാഡ് ഫിനാൻഷ്യൽ പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ. നമ്മുടെ ലോങ് ടേം ഫണ്ട്സ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആണിത്. എക്സാമ്പിൾ 6. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടാണ്. ലോങ് ടേം ലോൺ 6% ഡിബഞ്ചേഴ്സ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ ലോങ് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ. അപ്പൊ ലോങ് ടേം ഫണ്ട്സ് വന്ന് നമ്മുടെ ഡിനോമിനേറ്ററിന് ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം. കറന്റ് ലയബിലിറ്റി പെടില്ല. ഓക്കെ. ഫിക്സഡ് അസറ്റ്സ് ആണ് നമ്മുടെ ന്യൂമറേറ്റർ. അത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ ശേഷമുള്ളത് തന്നെ തന്നിരിക്കുന്നു. സോ ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട് 7,50,000. കറന്റ് അസറ്റ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ്സ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ്സ് 7,50,000. ഇനി ലോങ് ടേം ഫണ്ട്സ് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ഫണ്ട്സ്. അതായത് നമുക്ക് ഇവിടെ ലോങ് ടേം ഫണ്ട്സ്, ലോങ് ടേം ലോൺസ് 1 lakh ഉണ്ട്. അതില് 6% ഡിബഞ്ചേഴ്സ് വേറെ ഉണ്ട്. 1,25,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 lakhs കിട്ടും. സോ 7,50,000 of fixed assets divided by 6 lakhs of this long-term funds. Ratio will be 1.25:1. That is 125%. It is more than 100. So 1-നേക്കാൾ കൂടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫിനാൻഷ്യൽ പൊസിഷൻ ഇന്റർപ്രിട്ടേഷൻ നോക്കിക്കോ. Fixed asset ratio is more than 1:1. So fixed assets is more than long-term fund. This indicates that part of fixed asset is purchased from short-term fund also. Long-term fund മുഴുവൻ ഉപയോഗിച്ചു. ബാക്കി ആ 0.5ന്റെ ഭാഗം അല്ല 0.25ന്റെ ഭാഗം ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ സൗണ്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽ. സോ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ വിൽ ബി ക്രിട്ടിക്കൽ. കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് എ ഗുഡ് സിറ്റുവേഷൻ. ഓക്കെ.
കറണ്ട് റേഷ്യോ 1.25 ആണ്.